സിറിയയിൽ നിന്നും ഇസ്രായേൽ പിൻവാങ്ങണമെന്ന് UN. അതായത് സിറിയയിൽ നിന്നും ഇസ്രായേൽ പിൻവാങ്ങണമെന്ന് ഐക്യരാഷ്ട്രസഭ. ഗോലാൻ കുന്നുകളിൽ അധിനിവേശം അവസാനിപ്പിക്കണമെന്നും ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുഡ്റൈസ് പറഞ്ഞു. അസാദ് ഭരണകൂടത്തെ അട്ടിമറിച്ചതിനു ശേഷം സിറിയയെ ലക്ഷ്യമിട്ട് നടത്തുന്ന വ്യോമാക്രമണങ്ങൾ UN സെക്രട്ടറി ജനറൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം സിറിയയിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങണമെന്നാണ് ഐക്യരാഷ്ട്രസഭ പറയുന്നത്. അപ്പം ഈ സിറിയയിലുണ്ടായ ആക്രമണം പെട്ടെന്നായിരുന്നു ഉണ്ടായത്. അപ്പം അവിടെ ഇസ്രായേൽ തുടർന്ന് സിറിയയിൽ ഇന്നലെ നമ്മൾ മിനിഞ്ഞാന്നാണെന്ന് തോന്നുന്നു പറഞ്ഞത് സിറിയയിൽ പഴയ അവസ്ഥയിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോഴും ഇസ്രായേൽ അവിടെ ആക്രമണം നടത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ സിറിയയിൽ നിന്നും ഇസ്രായേൽ പിൻവാങ്ങണമെന്നാണ് UN ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഗോലാനിലെ സൈനികരഹിത മേഖലകളിൽ നിന്നും ഇസ്രായേൽ സൈനികരെ പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അസാദിൽ നിന്നും വിമത സംഘം അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെ ഗോലാൻ കുന്നുകളുടെ അതിർത്തി പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളും ഇസ്രായേൽ ഏറ്റെടുത്തതായിട്ട് റിപ്പോർട്ടുകളും വന്നിരുന്നു. അപ്പോൾ സിറിയയിൽ നടത്തുന്ന ആക്രമണങ്ങളെ തുടർന്ന് സ്ത്രീകളും കുട്ടികളും അടക്കം 11 ലക്ഷം ആളുകൾ സിറിയയിൽ നിന്ന് പലായനം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതായും UN വ്യക്തമാക്കി. അപ്പോൾ സിറിയയിൽ നടത്തുന്ന ആക്രമണങ്ങളെ തുടർന്നിട്ട് സ്ത്രീകളും കുട്ടികളും അടക്കം 11 ലക്ഷം ആളുകളാണ് അവിടെ നിന്നും പലായനം ചെയ്തതായിട്ട് റിപ്പോർട്ടുകൾ വന്നിരുന്നു. അപ്പം അലപ്പോയിൽ നിന്ന് 6,40,000 അല്ലേ, 40,000 പേരും, ഇഡ്ലിബിൽ നിന്ന് 3,34,000 പേരും, ഹമായിൽ നിന്ന് 1,36,000 പേരും പലായനം ചെയ്തതായിട്ടാണ് കണക്കുകൾ. അപ്പോൾ അതേസമയം ഇസ്രായേലിൻ്റെ സിറിയൻ ആക്രമണത്തെ പിന്തുണച്ച് US രംഗത്തെത്തി. അപ്പം UN ഇതിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടുമ്പോഴത്തേക്കിനും US ഇസ്രായേലിൻ്റെ സിറിയൻ ആക്രമണത്തെ പിന്തുണച്ചാണ് രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ ഭീഷണികൾ ഇല്ലാതാക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്ന് സുരക്ഷാ ഉപദേഷ്ടാവ് ജാക്ക് സാളിവൻ പറഞ്ഞു. സിറിയൻ പ്രദേശത്തിൻ്റെ നിയന്ത്രണം പിടിച്ചെടുത്തുവെന്ന റിപ്പോർട്ടുകൾ ഇസ്രായേൽ തള്ളുകയാണ് ചെയ്തത്. അപ്പോൾ സിറിയൻ പ്രദേശത്തിൻ്റെ നിയന്ത്രണം പിടിച്ചെടുത്തെന്നുള്ള റിപ്പോർട്ടുകളെല്ലാം ഇസ്രായേൽ തള്ളുകയാണ് ചെയ്യുന്നത്. അപ്പം നിലവിൽ സിറിയൻ പ്രദേശത്ത് 18 കിലോമീറ്റർ ഉള്ളിലേക്ക് വരാൻ ഇസ്രായേൽ സൈന്യം എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സിറിയൻ പ്രദേശത്ത് 18 കിലോമീറ്റർ ഉള്ളിലേക്ക് വരാൻ ഇസ്രായേലിന് കഴിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.